നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊരു ഫയലില് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്? ആ ഒരൊറ്റ ക്ലിക്കിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഡേറ്റ ഹാർഡ് ഡിസ്കിൽ സുരക്ഷിതമായി എത്തുന്നതുവരെയുള്ള ആ ഒരു യാത്രയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ദിവസവും ചെയ്യുന്ന വളരെ സാധാരണമായൊരു കാര്യമാണിത്, അല്ലേ? പക്ഷേ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടത്തുന്ന ഒരുപാട് സങ്കീർണമായ പ്രവർത്തനങ്ങളുണ്ട്. ആ കഥയാണ് നമ്മളിവിടെ ചുരുളഴിക്കാൻ പോകുന്നത്. ഈ യാത്ര മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയമാണ് അബ്സ്ട്രാക്ഷൻ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന ആ സിമ്പിൾ ലോകം, ഫോൾഡറുകൾ, ഫയലുകൾ, ഇതിന് പിന്നിലുള്ള സങ്കീർണമായ കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് നമ്മിൽ നിന്ന് മറച്ചുവെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫയൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആശയമാണ്, ഒരു അബ്സ്ട്രാക്ഷൻ. ഒരു ഫയലിലെ ഡേറ്റ ഡിസ്കിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചിതറിക്കിടക്കുന്നത് എന്ന തലവേദനയൊന്നും നമ്മൾ അറിയേണ്ടതില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ സങ്കീർണതകളെല്ലാം മറച്ചുപിടിച്ച് നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ ആയി അതിനെ കാണിച്ചു തരുന്നു. ഒരു പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് സംസാരിക്കുന്ന ഭാഷയാണ് സിസ്റ്റം കോളുകൾ. ഒരു ഫയൽ ഉപയോഗിക്കാൻ ഏതൊരു പ്രോഗ്രാമും ഈ 3 സ്റ്റെപ്പുകളാണ് സാധാരണയായി ഫോളോ ചെയ്യുന്നത്. ആദ്യം ഓപ്പൺ എന്ന് പറഞ്ഞ് ഫയൽ തുറക്കാൻ ആവശ്യപ്പെടും. പിന്നെ ഡേറ്റ വായിക്കാനോ എഴുതാനോ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഉപയോഗിക്കും. അവസാനം ക്ലോസ് എന്ന് പറഞ്ഞ് ആ ഫയൽ ഭംഗിയായി അടച്ചുവെക്കും. ശരി, അപ്പോൾ പ്രോഗ്രാം പറഞ്ഞു ഫയല് തുറക്കണമെന്ന്. പക്ഷെ മാർക്കറ്റിലുള്ള ആയിരക്കണക്കിന് തരം ഹാർഡ്വെയറുകൾക്ക് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്റർ. ഈ ഡയഗ്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഒരു ആപ്ലിക്കേഷന്റെ അഭ്യർത്ഥന സാധാരണ യൂസർ ലാൻഡിൽ നിന്ന് കൂടുതൽ അധികാരങ്ങളുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണലിലേക്ക് കടക്കുന്ന നിമിഷമാണിത്. കാരണം ആപ്ലിക്കേഷനുകൾക്ക് ഹാർഡ്വെയറുമായി നേരിട്ട് സംസാരിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ഈ അതിർത്തി കടന്നേ മതിയാവൂ. ഇവിടെയാണ് നമ്മുടെ യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്ററായ ഡിവൈസ് ഡ്രൈവറുകളുടെ റോൾ വരുന്നത്. ഒരു പ്രിന്ററിനോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു USB ഡ്രൈവിനോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നേരിട്ടറിയില്ല. ഓരോ ഉപകരണത്തിനും വേണ്ടിയുള്ള പ്രത്യേക ഡ്രൈവർ ആ വിവർത്തനത്തിന്റെ ജോലി കൃത്യമായി ചെയ്തോളും. ഇപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉപകരണവുമായി സംസാരിക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നേ? ഡേറ്റ കൈമാറ്റം കഴിയുന്നത്ര കാര്യക്ഷമമാക്കാൻ പല വഴികളുണ്ട്. ഏതു വഴി തെരഞ്ഞെടുക്കണമെന്നുള്ളത് ഉപകരണത്തിന്റെ വേഗതയെയും കൈമാറാനുള്ള ഡേറ്റയുടെ അളവിനെയും ആശ്രയിച്ചിരിക്കും. ഈ ടേബിൾ ഒന്ന് നോക്കൂ. ആദ്യത്തേത് പ്രോഗ്രാംഡ് IO. ഇവിടെ CPU ആണ് എല്ലാ ഡേറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അതുകൊണ്ടുതന്നെ കാര്യക്ഷമത വളരെ കുറവാണ്. അടുത്തത് ഇന്ററപ്റ്റ് ഡ്രിവൻ IO. ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയാണ്. എന്നാൽ ഏറ്റവും മികച്ചത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അഥവാ DMA ആണ്. ഇവിടെ CPU ഡേറ്റ കൈമാറ്റത്തിന് തുടക്കമിട്ടിട്ട് മറ്റു ജോലികളിലേക്ക് പോകും. ഒരു പ്രത്യേക ചിപ്പ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അതുകൊണ്ടാണ് വലിയ ഡേറ്റ കൈമാറുന്ന വേഗതയേറിയ ഉപകരണങ്ങൾക്ക് DMA അനുയോജ്യമാകുന്നത്. ഈ ഇന്ററപ്റ്റുകളില്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് എന്നൊന്ന് സാധ്യമാവില്ല. സംഭവം സിമ്പിളാണ്. വളരെ വേഗതയേറിയ CPU പതുക്കെ ജോലി ചെയ്യുന്ന ഒരു IO ഉപകരണത്തിനു വേണ്ടി വെറുതെ കാത്തു നിൽക്കുന്നില്ല. പകരം മറ്റു ജോലികൾ ചെയ്യുന്നു. ആ ഉപകരണം അതിന്റെ ജോലി പൂർത്തിയാക്കുമ്പോൾ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ വഴി CPUവിനെ വിവരമറിയിക്കും. ഹേയ്, ഞാൻ റെഡിയാണ് എന്ന് പറയുന്നത് പോലെ. ഇതുവരെ നമ്മൾ ഡേറ്റ കൈമാറ്റം കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ പഴയ ഹാർഡ് ഡിസ്കുകളുടെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, അവയുടെ മെക്കാനിക്കൽ സ്വഭാവം. ആ വേഗത കുറഞ്ഞ ഭാഗങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആ ഒരു കലയിലേക്കാണ് നമ്മളിനി പോകുന്നത്. പരമ്പരാഗത ഹാർഡ് ഡ്രൈവുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അതിനുള്ളിലെ ഭാഗങ്ങൾക്ക് ഭൗതികമായി ചലിക്കേണ്ടി വരുന്നു. കമ്പ്യൂട്ടറിന്റെ ലോകത്ത് ഈ ഭൗതിക ചലനത്തിന് ഒരുപാട് സമയമെടുക്കും. ഈ താമസമാണ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള വേഗത കുറയ്ക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ട്, ഡിസ്ക് ഷെഡ്യൂളിംഗ്. ഡേറ്റ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകളെ നിയന്ത്രിക്കുന്ന ഒരു ട്രാഫിക് കോപ്പാണിത്. ഡിസ്ക് ഹെഡിന്റെ ഓട്ടം കുറച്ച് ഏറ്റവും കാര്യക്ഷമമായൊരു റൂട്ട് ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇവിടെ 2 രീതികൾ കാണാം. ഇടതുവശത്തുള്ളത് FCFS, അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ്. അഭ്യർത്ഥനകൾ വന്ന അതേ ക്രമത്തിൽ ചെയ്യുമ്പോൾ ആ ഡിസ്ക് ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിമറിയുന്നത് കണ്ടില്ലേ? എന്നാൽ വലതുവശത്തുള്ള എലിവേറ്റർ അൽഗോരിതം നോക്കൂ. അതൊരു ലിഫ്റ്റ് പോലെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ചിട്ടയായി നീങ്ങുന്നു. ഇതെത്രത്തോളം കാര്യക്ഷമമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും
ഇന്നത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇതിലും എത്രയോ മികച്ച വഴികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ലിനക്സിലെ ഷെഡ്യൂളറുകൾ വേഗത മാത്രമല്ല, പല പ്രോഗ്രാമുകൾക്കും ഒരേ സമയം ന്യായമായ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നും കൂടി ഉറപ്പാക്കും. വേഗതയും ന്യായവും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോ ഡേറ്റയൊക്കെ കാര്യക്ഷമമായി ഡിസ്കിലെത്തി. ഇനി അടുത്ത ചോദ്യം, ഡിസ്കിലെത്തിയ ശേഷം ഈ ഡേറ്റയെല്ലാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതും മറ്റുള്ളവരിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതും? അതാണ് നമ്മുടെ അവസാന വിഷയം. ഹാർഡ് ലിങ്കുകളും സിംബോളിക് ലിങ്കുകളും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഒരു ഹാർഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരേ ഫയലിന് രണ്ട് പേരിടുന്നത് പോലെയാണ്. എന്നാൽ ഒരു സിംബോളിക് അല്ലെങ്കിൽ സോഫ്റ്റ് ലിങ്ക് ഒരു ഷോർട്ട്കട്ട് പോലെയാണ്. നമ്മൾ ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ചെയ്താൽ ആ ഷോർട്ട്കട്ട് പിന്നെ വർക്ക് ചെയ്യില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മുടെ ഡേറ്റ സുരക്ഷിതമാക്കാനുള്ള ഒരു അടിസ്ഥാന വഴിയാണിത്. ഓരോ ഫയലിനും 3 തരം അനുമതികൾ നമുക്ക് നൽകാം. വായിക്കാൻ റീഡ്, 6, മാറ്റങ്ങൾ വരുത്താൻ റൈറ്റ്, W, പ്രവർത്തിപ്പിക്കാൻ എക്സിക്യൂട്ട്, X. ഇത് ഫയലിന്റെ ഉടമയ്ക്കും ഒരു പ്രത്യേക ഗ്രൂപ്പിനും പിന്നെ മറ്റെല്ലാവർക്കും വെവ്വേറെയായി ക്രമീകരിക്കാൻ സാധിക്കും. ഇതിലും സങ്കീർണമായ സുരക്ഷയ്ക്കായി ആധുനിക സിസ്റ്റമുകൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റുകൾ അഥവാ ACLകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പ്രക്രിയയാണ് മൗണ്ടിംഗ്. ഇതിലൂടെ പെൻഡ്രൈവിലെ ഫയൽ സിസ്റ്റം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ പ്രധാന ഫയൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഒരേ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോ അവസാനമായി ഒരു ചോദ്യം. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് SSDകളാണ്. അതിൽ ഹാർഡ് ഡിസ്കുകളെപ്പോലെ ചലിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഡിസ്ക് ഹെഡിന്റെ ചലനം കുറയ്ക്കാൻ നമ്മൾ പഠിച്ച എലിവേറ്റർ അൽഗോരിതം പോലുള്ള ഷെഡ്യൂളിങ്ങിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? ഏതൊക്കെ പഴയ തന്ത്രങ്ങൾ അപ്രസക്തമാകും? ഏതൊക്കെ പുതിയ വെല്ലുവിളികൾക്ക് പ്രാധാന്യം കൂടും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും.